താമസിക്കുന്ന നാട്ടിൽ ഔലിയാക്കളോടും സജ്ജനങ്ങളോടുള്ള സഹായം തേടൽ, മാരണം, ക്ഷുദ്രവിദ്യകൾ പോലുള്ള ശിർക്കിന്റെ എല്ലാ രൂപങ്ങളും വ്യാപിച്ചിരിക്കുന്നു. ജമിയത്തിന്റെ ഫത്വയിലുള്ളതാ വായിക്കണത്. എന്റെ കയ്യിൽ അശ്ശിർക്കു മലാഹിറുഹു ഇലാജുൽ ഉമൂരി ശഹരിയ എന്നീ പുസ്തകങ്ങളുണ്ട്. ഖുർആൻ കൊണ്ടുള്ള മന്ത്രം അനുവദനീയമാക്കിക്കൊണ്ട സഹിഹായ ചില ഹദീസുകൾ അതിൽ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ മന്ത്രത്തിൽ ഏർപ്പെട്ടു. രോഗികളുടെ ആധിക്യം കാരണത്താൽ പ്രത്യേകിച്ചും മാരണവും ബാധയുമുള്ളവരെ രാപ്പകലിലായി ഞാൻ മന്ത്രിക്കാൻ തുടങ്ങി. സിഹിർ ബാധ ഒഴിപ്പിക്കുന്നതിനായി എനിക്ക് ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണോ? അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന ഏലസിനെ കുറിച്ച് അന്വേഷിക്കാൻ എനിക്ക് ജിന്നിനോട് കൽപ്പിക്കാമോ? ചോദ്യത്തിൽ കൈക്കറിയൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെയാണുള്ളത്. എന്താ ചോദ്യം? നല്ലോണം മനസ്സിലാക്കോളും. സിഹിർ ബാധ ഒഴിപ്പിക്കുന്നതിനായി എനിക്ക് ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണോ? സിഹിർ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ വല്ല കെട്ടും മന്ത്രവും പല പാളിയിലോ കൂമ്പാളിയിലോ അല്ലെങ്കിൽ കുഴിച്ചിട്ടിട്ടും പൂറ്റിച്ചിട്ടും ഒക്കെ ഉണ്ടാവും. അത് കണ്ടെത്താൻ ജിന്നിനോട് സഹായം ചോദിക്കുക. അത് ഗൈബിയായ വിഷയമാണ്. അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഏലസുകൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാകും. മറഞ്ഞു കിടക്കുന്ന ഏലസുകൾ എവിടെ നീ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് ഈ രോഗിയെ ബാധിച്ചിട്ടുള്ള ജിന്നിനോട് കൽപ്പിക്കാൻ പറ്റുമോ എന്നാ ചോദ്യം. ജമിയത്തുൽ ഉലമയുടെ കണക്കനുസരിച്ച് ഈ റുഖ്യ ഈ കാലത്തില്ലാണ്. അത് മുഅ്ജിസത്താണ്, നബിക്ക് മാത്രമേ പറ്റുള്ളൂ. എന്നാൽ ലജ്നാദായിമ എന്താ പറഞ്ഞത്? നിങ്ങൾ ചികിത്സിച്ചോളി, പക്ഷേ എന്ത് ചെയ്യണ്ട, ജിന്നിനോട് സഹായം തരണം. ഇത്ര ഗൈബിയായ വിഷയങ്ങൾ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്നാ. എന്താ മറുപടി കേട്ടോളും. ദാ ലാ യജൂസുൽ ഇസ്തിആനതു ബിൽ ജിന്നി വൽ ഗായിബീന ലിഅന്ന ഹാദാ മിന ശിർക്ക് ബില്ലാഹി അസ്സ വജല്ല. ജിന്നിനോടും മറഞ്ഞിരിക്കുന്നവരോടുമുള്ള ഈ ഇസ്തിആനത്ത് ജായിസല്ല. അൽ ഇസ്തിആനത്ത് ചോദ്യത്തിൽ പറഞ്ഞ ഈ ഇസ്തിആനത്ത് അല്ല, എല്ലാ ഇവരെന്താക്കിയാലോ ഖുറാഫികൾ അതേ പണി തന്നെ. ഹുവൽ ഇബാദ. അവിടെ അലിഫിലാമി എന്താണ് മൗലവി? അത് ഇസ്തിഗ്റാഖിന്റെ അല്ലാണോ തഖ്സീസിന്റെ അല്ലാണോ എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുമല്ലോ. എന്ന് അല്ലിസ്തിയാനത്ത് എല്ലാ ഇസ്തിയാനത്തും എന്നുണ്ടാക്കി. എല്ലാ ദുആ ഇബാദത്താണോ? അപ്പൊ നൂഹ് നബി ഇന്നി ദഅവതു ഖൗമി ലൈലൻ വനഹാറ, അപ്പൊ അത് ദുആണോ? നൂഹ് നബി ജനങ്ങളോട് പ്രാർത്ഥിച്ചോ മൗലവി? ആ പണി അവരെടുത്തത്. അല്ലിസ്തിയാനത്ത് എല്ലാ ഇസ്തിയാനത്തും ആക്കി. ചോദ്യത്തിൽ പറഞ്ഞ അല്ലിസ്തിയാനത്ത് ജായിസല്ല. കാരണം ലിഅന്ന ഹാദാ മിന ശിർക്ക് ബില്ലാഹി അസ്സ വജല്ല. ഗൈബിയായ കാര്യം അത് ഹാളിറായ ജിന്നിനോട് ചോദിച്ചാലും ഗായിബായ ജിന്നിനോട് ചോദിച്ചാലും. ഇതിപ്പോ ഹാളിറാണല്ലോ, രോഗിയിൽ പ്രത്യക്ഷപ്പെടുന്ന ജിന്നിനോടാണ് ചോദിക്കണത്. റുഖിയ നടത്തുമ്പോൾ രോഗിയിൽ വെളിപ്പെട്ട ജിന്നിനോട് ചോദിക്കുന്ന കാര്യമാണ്. പക്ഷെ ചോദിക്കുന്നത് ഗൈബി ആയതുകൊണ്ട് അത് ശിർക്കാണ്. ലിഅന്നൽ ഇസ്തിആനത ഇബാദത്തുൻ. കണ്ടോ, ഇബാദത്താകുന്ന ഇസ്തിആനത്തിനെ പറ്റിയാ ചോദിക്കുന്നത്. ലാ യജൂസു സർഫുഹാ ലിഗൈരില്ലാ ലാ മിനൽ ജിന്നി വലാ മിനൽ ഇൻസി വലാ മിനൽ മലായികത്തി വലാ ഗൈരിഹിം. ആ ഇബാദത്ത് തിരിച്ചുവിടാൻ പാടില്ല. ജിന്നിലേക്കും തിരിച്ചുവിട്ടൂടാ, മലക്കിലേക്കും തിരിച്ചുവിടാ, മനുഷ്യനിലേക്കും തിരിച്ചുവിട്ടൂടാ. കണ്ടോ, അപ്പൊ എല്ലാ സഹായതോട്ടവും ശിർക്കാണെങ്കിൽ മനുഷ്യനോട് സഹായതോട്ടം ശിർക്കാന്തിൽ വന്നിടോ. വൈരുദ്ധ്യാണിത്. നോണ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഇതിനെ എന്നെ കൊണ്ട് ഒപ്പിടിച്ചത് ആലോചിച്ച് നോക്കണം. ഇതിന് ഒപ്പിടണം. ഞാൻ ഒപ്പിടാൻ ഒരു സൂക്ഷ്മത കാണിച്ചപ്പോ എന്താ പറഞ്ഞാലോ, ഇവിടെ നിറങ്ങിയാൽ ഇതാ സംഘടന പിളരാൻ പോവുകയാണ്, അന്റെ വസീലത്ത് ശിർക്ക് വരാമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റൂല, ശിർക്കാണെന്ന് ഞങ്ങൾ ഒപ്പിട്ട പോകാൻ ഒപ്പിട്ടില്ല എന്ന് പറയും. നീ ഇവിടെ നിന്നിറങ്ങി ആ സംഘടന രണ്ട് കഷ്ണമാകാൻ പോവാണ്. സംഘടന ചിത്രത വരാൻ പോവാണ്. ഇവിടെ കാന്തപുരത്തെയും ചെറുശ്ശേരിയെയും ഒക്കെ നാളെ ഈ സമുദായം എങ്ങനെയാണ് ഓർക്കുന്നത്, അങ്ങനെയായിരിക്കും സക്കരിയ നിന്നെ ഓർക്കുക. ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് സംഘടന ഉപയോഗിച്ച് അന്റെ എല്ലാം ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. സംഘടന പിളരും, സംഘടനയിൽ ഐക്യം ഉണ്ടാവില്ല, ചിദ്രത ഉണ്ടാവില്ല. വസീലത്തിന്റെ ശിർക്കും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ? ഒന്നണ്ട് ഒപ്പിട്ടോടെ സക്കരിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വലിയ ഫിത്തന ഭയപ്പെട്ടിട്ട് ഒപ്പിട്ടു. ഖുർആനിൽ പറഞ്ഞല്ലോ, ഇല്ലാമൻ നുക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. നിർബന്ധിക്കപ്പെട്ടവനൊഴികെ അവന്റെ ഹൃദയം മുത്മഇന്നും ബിൽ ഈമാൻ, വിശ്വാസത്താൽ സമാധാനമടഞ്ഞതാണ്. ഇപ്പൊ നമ്മള് ഒരു ബിംബത്തിന്റെ അടുത്ത് കൊണ്ടുപോയി, ഇപ്പൊ നമ്മൾ ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, പോകുമ്പോ അയ്യപ്പൻ വിളക്കിന് വണ്ടി കൈയാട്ടി നിർത്തി, പൈസ എടുക്കൂലാർന്ന പറയണ വണ്ടിന് വിളിക്കട അയ്യപ്പ ശരണം വിളിക്കട, വിളിക്കൂല നമ്മള് അയ്യപ്പ ശരണം. നമുക്ക് അയ്യപ്പ ശരണം അല്ലാതെ മനസ്സിലുണ്ടാവൂലേ? അതുപോലെ എന്നെ ഹറാസ് ചെയ്തിട്ട് അവസാനം ഞാൻ ഒപ്പിടാൻ തയ്യാറായപ്പോ പിന്നെ സലഫിന്റെ ഡയലോഗ്, നീ നിർബന്ധിച്ചു ഒപ്പിടിച്ചാണ് പറയുന്നത് കേട്ടോ. അതാണ് കുതന്ത്രം. ഞാൻ ഒപ്പിട്ടു. ഞാനെന്താ ടി.പി. പറഞ്ഞത് പ്രശ്നം ഇവിടെ തീരും സക്കരിയ, നീ ഒരു ഒപ്പിട്ട ഈ പ്രശ്നം ഇവിടെ തീരും. പിന്നെ നമ്മക്കടി രണ്ടഭിപ്രായം ഉണ്ട് എന്നറിയില്ല. നമ്മൾ എന്തിനാ രണ്ടഭിപ്രായം ഉണ്ടാണ്? അപ്പൊ ഈ പ്രശ്നം അവസാനിക്കുകയാണെങ്കിൽ ഇന്റെ ഒരു ഒപ്പുകൊണ്ട് തീരുകയാണെങ്കിൽ എനിക്കതിലോട്ട് വിശ്വാസമല്ല. ജമിയത്തുൽമന്റെ ഫത്വ പറഞ്ഞ അത്ര ആളുകൾ അങ്ങനെ വലിയ ഫുർഖാനുൽ അലീമായി കൊണ്ടെടുക്കുന്ന സാധനമല്ല.
ആ നിലക്ക് ഞാൻ ഒരു ഫിത്ന ഒഴിവാക്കാൻ, ചിത്രത ഒഴിവാക്കാൻ വേണ്ടി ഒപ്പിട്ടു. പക്ഷെ പിറ്റേന്ന് ജാമ്യന്ന് പ്രചരണം ചെറുശ്ശേരിയെയും കാന്തപുരത്തെയും ഇടുന്നത് പോലെ നിന്നെ ഞങ്ങൾ തെരുവിൽ നേരിടുമെന്ന് പറഞ്ഞപ്പോഴാണ് സക്കരി ഒപ്പിട്ടത്. അപ്പൊ പിന്നെ സലഫിൻ എന്തിനാ കൂട്ടിക്കൊണ്ടുപോയത് മഞ്ചേരിക്ക്? കാറിൽ കൂട്ടിക്കൊണ്ടുപോയത് അനസിന് ഫോൺ ചെയ്തു, അനീഫാക്ക് ഫോൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ എന്നിട്ട് പറയാ 3 വട്ടം ഞങ്ങൾക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഏത് 3 വട്ടം? ഒന്നിതാ, മനസ്സിലായില്ലേ? പിന്നെ ഒന്നേതാണെന്നറിയോ? ഒന്ന് PN-ന്റെ നേതൃത്വത്തിൽ ഇന്ന് റുഖിയനെ പറ്റി നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തു. മഗ്രിബിയായി. അപ്പോ ഒക്കെ ഇങ്ങനെ രേഖപ്പെടുത്തുക, എഴുതിയത് റഫ് എഴുതിയൊക്കെ മാറ്റി ചെയ്താ. അപ്പൊ ഇയാള് ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് കയ്യിലാണ്ട് എഴുതിക്കാളാണ്. അപ്പൊ അനീഫി അനസ് നേരത്തെ പ്ലാൻ ചെയ്ത് വന്നതാ. അപ്പൊ അനീഫ വേഗം ജിന്നോട് സഹായം ചോദിക്കുന്ന തൗഹീദ് വിരുദ്ധം ശിർക്കുമാണ്. മൂപ്പര് പറഞ്ഞു കൊടുക്കുക, ഇയാൾ എഴുതുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതുവരെ നമ്മൾ ഇങ്ങനെയല്ലല്ലോ, ഓരോ വിഷയവും ചർച്ച ചെയ്തതിന്റെ നെറ്റീജാണ് എഴുതിയത്. PN-നോട് നമ്മൾ PN ഇങ്ങനെയല്ലേ പലപ്പോഴും പറഞ്ഞു, അത് ശരിയാണ്, ഇതുവരെ നമ്മൾ ചർച്ച ചെയ്താൽ എഴുതണ്ടാണ്. വലിയാണിച്ചു എനിക്ക് ഇവിടെ ഇരിക്കാൻ താല്പര്യമല്ല, നിങ്ങൾ ജിന്നിനോട് സഹായം ചോദിക്കുന്ന ശിർക്കാന്ന് നിങ്ങൾക്ക് ധൈര്യമില്ലല്ലേ? ഞാൻ ഈ മനുഷ്യനെ വിചാരിച്ചു, PN ചോദിച്ചു, ഈ മനുഷ്യനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്ര നേരുന്നത്, നിങ്ങൾക്ക് ഒന്നൊരു പറ്റുമെങ്കിൽ ഞാൻ പോവുകയാണ്, എനിക്കൊന്നും സൗകര്യമില്ല. അപ്പൊ ഷമീർ മദീനി ഹംസ മദീനി പറഞ്ഞു, ജിന്നുകളോട് സഹായം ചോദിക്കാന്ന ജിന്നെ കാക്കണേ, നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചോളി, അയാളെ പറ്റി വ്യാഖ്യാനിച്ചോട്ടെ, നിങ്ങൾ നിങ്ങളെ മനസ്സിൽ ഒപ്പിട്ടോളി. ഇത്രയും നല്ല നല്ല തീരുമാനങ്ങൾ റുഖിയ ശർഇയെ പറ്റി ഇവിടെ കിട്ടിയിട്ട് അയാളെ ഇന്ന് കൊതറിച്ചാടും. ഒപ്പിടി അവിടെയാണ്. അപ്പൊ ഞാൻ ഒപ്പിട്ട് എന്റെ മനസ്സിൽ അതന്നെ എപ്പോഴുള്ളൂ. ജിന്നിനോട് സഹായം ചോദിക്കുന്ന ശിർക്കാണ് പറഞ്ഞാൽ ബദരീങ്ങളെ രക്ഷിക്കണേ, മമ്പർത്തങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ശിർക്കാണ്. അതിനെ നമ്മൾ ഒപ്പിട്ടത്. ഇന്ന ഭൗതിക സഹായം ചോദിച്ചാലോ അത് ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്. എന്താ വസീല? മനസ്സിലായില്ലല്ലേ? ശിർക്കിലെത്തും. കാരണം ഇത് ജിന്നാ സാധനം. ജിന്ന് എന്ന് പറഞ്ഞാൽ കാഫറ മുശ്രിക്കാനാ, മുസ്ലിമാന്ന് തിരിയൂല. മുസ്ലിമാന്ന് പറയും, ചെറിയ സഹായമൊക്കെ ചെയ്യും, പിന്നെ സഹായം കിട്ടാതെയാവും. അപ്പൊ ഇവന്റെ മനസ്സിൽ തോന്നിക്കും സഹായം കിട്ടണേ ഇന്നതും എന്നൊക്കെ ചെയ്യണം. അപ്പൊ ശൈത്താനാ സാധനം. അങ്ങനെ ഇവനെ കൊണ്ട് ശിർക്ക് ചെയ്യിക്കും, കുഫ്ർ ചെയ്യിക്കും. അങ്ങനെ വീണ്ടും നല്ല സഹായങ്ങൾ കൊടുക്കും. ഇതാ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അപ്പൊ ആദ്യം ഭൗതികം ചോദിച്ചു, പിന്നെ അഭൗതികത്തിലെത്തും. സഹായം കിട്ടാതാകുമ്പോൾ പ്രീതിപ്പെടുത്താൻ, പ്രസാദിപ്പിക്കാൻ നോക്കും. അങ്ങനെ നിങ്ങൾ അറിയാതെ ശിർക്കിൽ എത്തിപ്പെടാൻ അത് കാരണമാകും. അതാണ് വസീലത്തുനിലെ ശിർക്ക്. അപ്പൊ അനീഫാന്റെ പുതിയ വ്യാഖ്യാനം, വസീലത്തുനിലെ ശിർക്ക് എന്ന് പറഞ്ഞാൽ ശിർക്കുൻ അസ്ഗറല്ലേ, അസ്ഗറായാലും അക്ബറായാലും ശിർക്കല്ലേ. വസീലത്തുനിലെ ശിർക്ക് എപ്പോഴും ശിർക്കുൻ അസ്ഗറായിക്കൊണ്ടെന്നില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഖബർ കെട്ടിപ്പൊക്കൽ, ഖബറിന്റെ മേലെ കുബ്ബ ഉണ്ടാക്കൽ ശിർക്കുൻ അസ്ഗറാന്ന് ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടില്ല. പക്ഷെ വസീലത്ത് ശിർക്കാന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. കാരണം ശിർക്കിലേക്കുള്ള മാർഗല്ലേ. പ്രതിമ ഉണ്ടാക്കൽ അത് ശിർക്കൽ അസ്ഗറ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ വസീലത്തിന്റെ ശിർക്കാണ്. അതുപോലെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടൽ, ഞാൻ ചെലൂര് പറഞ്ഞിട്ട് ഇപ്പൊ ചില മുജാഹിദികൾ ഹക്ക് ജാഹ് ബർക്കത്തോണ്ട് തേടൽ ശിർക്കന്നല്ലേ. ഹക്ക് ജാഹ് ബർക്കത്തോണ്ട് തേടൽ ആരെ? അള്ളാനോടാ തേടുന്നത്. മൊയ്തീൻ ശേഖിന്റെ ഹക്കുകൊണ്ട്, ബദരീങ്ങളെ ജാഹു കൊണ്ട്, മമ്പരങ്ങളെ ബർക്കത്ത് കൊണ്ട് പടച്ചോനെ നീ എന്നെ രക്ഷിക്കണേ. അത് ശിർക്ക അല്ല, ശിർക്കിലേക്കുള്ള വസീലയാണ്. അപ്പൊ വസീലത്തുനില ശിർക്ക് എപ്പോഴും ശിർക്കുൻ അസ്ഗർ ആയിക്കൊള്ളുന്നില്ല. ശിർക്കുൻ അസ്ഗർ ആയതുണ്ട്. ഇപ്പൊ അല്ലല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യൽ അത് ശിർക്കുൻ അസ്ഗറാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്. ഏലസ് കെട്ടൽ, തമീമത്ത് അത് വസീയത്തിലെ ശിർക്കാണ്, ശിർക്കുൻ അസ്ഗറാണ്. ഇതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ച്. ഇതൊന്നും ഇപ്പൊ സക്കരിയ ഗവേഷണം ചെയ്തതല്ല, എനിക്കങ്ങനെ ഗവേഷണം ചെയ്യാനും കഴിയൂല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാര് പറഞ്ഞത് ഞങ്ങൾ മുമ്പിൽ പറയാണ്. ഞങ്ങൾ ചോദിക്കുന്നു, 1200 കൊല്ലമായിട്ട് ഈ ഹദീസ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഈ ഹദീസ് കഴിഞ്ഞ കാല മുസ്ലിം പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോ അവരാരെങ്കിലും ഇതിന്റെ ആശയത്തിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞിട്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. ആകെ പറയാനുള്ളത് അൽബാനിയാണ്. അത് മേലത്തെ ഒരു വാചകം കട്ടിട്ടാ പറയണത്, അത് പറഞ്ഞ അൽബാനി ഇല്ല. അപ്പൊ ഇത്രയും കരുന്നിട്ട് ചോദ്യം എന്താ അറിയും? 1200 കൊല്ലായിട്ടും ഈ ഇല്ലേന്ന് പറഞ്ഞത് കുബൂരികളുടെ ചോദ്യമല്ലേ? ഒന്ന് കാണിച്ചു കൊടുത്താ. ഹനീഫ പറയട്ടെ.